നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ്. സൗത്ത് ഓക്ലൻഡ് ന്യൂസിലാൻഡിൽ നിന്ന് കടന്നു വരികയാണ്. സമാധാനപരമായിട്ട് സിഖ് നഗർ കീർത്തൻ എന്ന് പറഞ്ഞാൽ നഗരം ചുറ്റിക്കൊണ്ട് ഗുരുഗ്രന്ഥമായിട്ടുള്ള ആത്മീയ ഗ്രന്ഥമായിട്ടുള്ള ഗുരുഗ്രന്ഥം കൊണ്ട് നഗരം ചുറ്റുക, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഘോഷയാത്രയുമായി പോവുക. വിശേഷ ദിവസങ്ങളിൽ സിഖുകാർ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ നഗർ കീർത്തൻ. शांति रखो, गुस्सा नहीं होना। सिंह शांति रखो, इधर भी रहो, कोई गल नहीं। आपे शांति रखो, कोई गल नहीं। What you got? Jesus! What you got? Jesus! What you got? The way to the light! ഭക്തിഗാനങ്ങൾ ആലപിക്കും. അതായത് സമത്വം, സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമാധാനം പറഞ്ഞു വരുത്തും. ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് അവർ വിശേഷ ദിവസങ്ങളിലൊക്കെ. അതുമായി ബന്ധപ്പെട്ട് 300ഓളം സിഖുകാർ സൗത്ത് ഓക്ലൻഡ് ന്യൂസിലാൻഡിൽ നഗർ കീർത്തനുമായി ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ, നമ്മൾ ഈ ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹ ഹു ഹ ഹു എന്നൊക്കെ പറഞ്ഞ ഒരു ഡാൻസ് നമ്മൾ കാണാറുണ്ട്, ഒരു ഹക്ക ഡാൻസ് എന്നൊക്കെ പറയും. അതും ചെയ്തുകൊണ്ട് ഡെസ്റ്റിനി ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100-100ഓളം ചെറുപ്പക്കാര് ഈ നഗർ കീർത്തനെ തടഞ്ഞു വെച്ചു. ഏകദേശം 10-20 മിനിറ്റോളം അവരവിടെ കൂടെ നിന്നിട്ട് തിരിച്ചു പോകും. ഇത് നിങ്ങളുടെ നാടല്ല, ഇത് ഇന്ത്യ അല്ല, ഇത് ന്യൂസിലൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ, ഒരു ബാനറൊക്കെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ആദ്യമായിട്ട് ഇത്രയും ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ കാണുന്നത്. മുമ്പൊക്കെ എന്ന് പറയുന്നത് പല ഘോഷയാത്രയുമായി ചെണ്ട കൊട്ടിക്കൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലേക്ക് ഒറ്റയ്ക്കും തറ്റയ്ക്കും നിന്ന് വീഡിയോ എടുത്തിടും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തടസ്സപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഭയാനകമായിരിക്കുന്നു, ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ആണ്. തീർച്ചയായിട്ടും ഇത് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ കാണുന്നത്, വെൽക്കമിങ് ക്യാരക്ടേഴ്സ്. പക്ഷെ ഇത്രയും ഒരു അഗ്രസീവ് ലെവലിലേക്ക് ന്യൂസിലാൻഡിലെ ജനങ്ങൾ പോകണമെങ്കിൽ അതൊരു മൂലമായിട്ടുള്ള പ്രശ്നം തന്നെ ഉണ്ട്. ഈ തെരുവിലേക്കുള്ള ഇറക്കം, ഈ പറയുന്ന ഘോഷയാത്ര അല്ലെങ്കിൽ ആവേശം, നമ്മുടെ എന്തൊക്കെയാണോ ഹോളി, നമ്മുടെ എന്തൊക്കെ ആഘോഷങ്ങളായിക്കോട്ടെ, നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായിക്കോട്ടെ, റോട്ടിലിറങ്ങിയാൽ ഇനി അടി കിട്ടുമോ? ഇതൊരു തുടക്കമാണോ? ന്യൂസിലൻഡ് ജനങ്ങൾ മടുത്തിരിക്കുന്നു. അവർ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വളരെ ബാനർ, അതായത് പെട്ടെന്നല്ല. ഇപ്പൊ പെട്ടെന്നൊരു 5-10 പേര് അവിടെ പിള്ളേരവിടെ ഇരിക്കുന്നു, അവർ വരുമ്പം ഈ സംഭവത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ബിഹേവിയർ ആണ്. ഒരു 100-100ഓളം പേര് ബാനർ ഉയർത്തിക്കൊണ്ട് വരിക, സ്പെഷ്യൽ ടീഷർട്ട് ധരിച്ചുകൊണ്ട് വരിക, അതൊരു പ്ലാൻഡ് ആയിട്ട് ബിഹേവിയർ ആണ്. അതിനെ സൂക്ഷിക്കണം. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് വൈറസ് പോലെ പടരും, പല പല ദേശങ്ങളിലേക്കും പടരും. കാരണം ഇന്റർനെറ്റിന്റെ യുഗമാണ്. ഇപ്പൊ ഞാൻ പോലും ഇന്ന് അമേരിക്കയിലിരിക്കുന്ന ഞാൻ ന്യൂസിലാൻഡിന്റെ സംഭവം ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. ഇത് പരക്കും ചുറ്ററിക്കൂടെ. ഇനി നാളെയും നമ്മൾ പെരുന്നാളാണ്, പല പല ആഘോഷങ്ങളാണെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടി കിട്ടുന്നതായിരിക്കും. കാരണം കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ വികാരം മാനിച്ചേ പറ്റൂ. എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത്, പണം ഉണ്ടാക്കാനാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും ഇന്ത്യ വിട്ടു പോന്നിരിക്കുന്നത്. ഡോളർ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അതല്ലാതെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, അവന് മണ്ണാങ്കട്ടിയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വന്നാൽ, അല്ലെങ്കിൽ നല്ല ജീവിത സൗകര്യങ്ങൾ തേടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുക. ഒതുക്കത്തിൽ ഉണ്ടാക്കുക, മിണ്ടാതെ മൂലക്കിരിക്കുക. അതല്ലാതെ പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ആവശ്യത്തിലധികമായി വയറ് നിറഞ്ഞു എന്നുള്ള ഒരു തിരിച്ചറിവാകുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങാൻ, ഇത് സ്വന്തം നാടല്ല. ശരിയാണ്, ഞാൻ ഒരുപക്ഷെ അവിടുത്തെ പൗരനാണ്, ടാക്സ് അടയ്ക്കുന്നത് ശരിയൊക്കെ തന്നെ. പക്ഷെ കളർ വേറെയാണ്. നമ്മൾ എന്നും, നീയൊക്കെ സിറ്റിസൺ ആയാലും ഞാനൊക്കെ സിറ്റിസൺ ആയാലും 2ാം തരം സിറ്റിസൺ ആണ്. അതുകൊണ്ട് പണമുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് റോഡിലേക്ക് തിണ്ണമെടുക്കി കാണിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ
പിള്ളേരെയും നല്ല ഇടി കിട്ടും. ബീഫ് കിട്ടും. ബീഫ് 3 നേരം കഴിക്കുന്ന സായിപ്പാ. നല്ല ഇടിയാ കിട്ടാൻ പോകുന്നെ. ഒരു രക്ഷയില്ല. ഒരു മനുഷ്യന്മാര് സഹായിക്കാൻ വരില്ല. പ്രതീക്ഷിക്കണ്ട. ഇന്ത്യ ഗവൺമെന്റ് വരും. ഇന്ത്യ ഗവൺമെന്റ് പ്രതിഷേധം അറിയിക്കും. ഇപ്പൊ ഒരു ഹിന്ദുവിനെ അവിടെ എന്താ പറയുന്നെ ബംഗ്ലാദേശിൽ പച്ചക്കാണ്. കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതീക്ഷയും വേണ്ട പൊന്നു മക്കളെ. അടി കിട്ടിക്കഴിഞ്ഞാല് കൂട്ട അടിയായിരിക്കും കിട്ടാൻ പോകുന്നെ. അതുകൊണ്ട് ഒതുക്കത്തിൽ നിൽക്കുക. പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അവിടുത്തെ ലോക്കൽ ഈ വക വള്ളിക്കേഴ്സിൽ പിടിക്കാതിരിക്കുക. എന്റെ ഉപദേശമാണ് ഈ ലോകം മുഴുവൻ മലയാളികളോട്. ഒന്നും പിടിക്കാതിരിക്കുക. രാഷ്ട്രീയങ്ങളിൽ ഇടപെടാതിരിക്കുക. സൈലന്റ് ആയി നിൽക്കുക. മിണ്ടാതിരിക്കുക. അവനവന്റെ വീട്ടിൽ വരിക. ഇത്തരത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. അല്ലെങ്കിൽ ഹോളുകൾ വാടകയ്ക്ക് എടുക്കുക. ആഘോഷങ്ങൾ പേരും പറഞ്ഞും കൊണ്ട് തിണ്ണമെടുക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്ന അച്ചായിമാർക്ക് ഇപ്പൊ ഷിക്കാഗോ പിന്നെ പല ദേശങ്ങളും പലരും ഉണ്ട്. വെടിക്കെട്ടൊക്കെ ഭയങ്കര വെടിക്കെട്ട്. 5-10 ലക്ഷം രൂപയുടെ വെടിക്കെട്ടൊക്കെയാണ്. ഇനി വെടി പൊട്ടിച്ചാൽ തിരിച്ചു വെടി അടിയാണ് കിട്ടാൻ പോകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഡിസ്റ്റർബിങ് ന്യൂസ് ആണ്. കാരണം സംഘടിതമായി വന്നിട്ട് തടസ്സപ്പെടുത്തുക, ഗോ ബാക്ക് ടു ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ കോൺസ്പിറസി ബിഹൈൻഡ് ഇറ്റ്. അതിന് പുറകിൽ ഒരു കാരണമുണ്ട്. അത് മൂലകാരണം മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാവർക്കും കിട്ടും. അല്ലെങ്കിൽ കൂട്ടത്തോടെ എല്ലാവർക്കും പണിയായിരിക്കും. നമ്മുടെ ഒരു ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, ഡോണ്ട് ഷീറ്റ് വെർ യു ലിവ്. അതായത് അവന് മലയാളം നിങ്ങളെ ഉദ്ദേശിക്കുക എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒതുക്കത്തിൽ പണി കിട്ടും. തിരിച്ചു എന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളവരോട് ഞാൻ പറയുകയാണ്, ഒരു സംയമനം പാലിക്കുക. മതമേലധ്യക്ഷന്മാര് പറഞ്ഞ് മനസ്സിലാക്കുക. റോഡിലേക്ക് ഇറങ്ങാതെ അവനവന്റെ വീടിനുള്ളിൽ തന്നെ ആഘോഷിക്കുക. കാലം മാറി, വികാരം മാറി, ജനത മാറി.